നമസ്കാരം, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. ഈ ദിവസം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജം കേന്ദ്രീകരിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കാഴ്ചയിലേക്ക് നൽകുക. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ദിവസത്തിന്റെ ഊർജ്ജം ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്? ഓക്കെ, നിങ്ങളുടെ വിജയത്തിലേക്കാണ് നിങ്ങൾ ഒരുപാട് നാളായിട്ട് എഫേർട്ട് ചെയ്തിരിക്കുന്നതായിട്ടുള്ള കാര്യം എന്തുകൊണ്ട് നടക്കുന്നില്ല, എന്തുകൊണ്ട് അത് വൈകിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് ചിന്തിച്ച് അതിൽ വന്നിരിക്കുന്നതായിട്ടുള്ള പോരായ്മകൾ തിരുത്തി നിങ്ങൾ മുന്നോട്ട് പോകണം. ഇതൊരു കർഷകനാണ്, തൻ്റെ ഹാർഡ് വർക്കിന് ശേഷം വിളവെടുപ്പിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ഒരു എനർജി. എന്നാൽ വിളവെടുപ്പ് കൃത്യസമയത്ത് അത് നടക്കുന്നില്ല, അല്ലെങ്കിൽ ആഗ്രഹിച്ചതുപോലെ ഒരു വിജയം നേടിയെടുക്കാൻ സാധിക്കാതെ വെയിറ്റിംഗ് എനർജി. നമ്മളൊരു വിത്ത് പാകിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ എഫേർട്ട് നിങ്ങളിലേക്ക് എത്താത്തതിന് കാരണം എന്താണ്? ഇപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്താത്തതിൻ്റെ പ്രധാന വശം എന്താണ്? നിങ്ങളുടെ പ്രാർത്ഥന കൃത്യമായ രീതിയിൽ തന്നെയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? യൂണിവേഴ്സിലേക്ക് അയക്കുന്ന എനർജി എന്താണ്? നമ്മൾ ചിന്തിക്കും, നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കും? കടഭാരം മാറണമേ എന്നായിരിക്കും പ്രാർത്ഥിക്കുന്നത്. ഈ കടഭാരം എന്നുള്ളത് ഓരോ പ്രാവശ്യം പറയുമ്പോഴും നമ്മളിലേക്ക് ആ ഭാരത്തിൻ്റെ എനർജി വർദ്ധിച്ചുകൊണ്ടിരിക്കും. കാരണം നെഗറ്റീവ് വാക്കാണ് നമ്മൾ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് കരഞ്ഞ് നിലവിളിച്ചുള്ള പ്രാർത്ഥനയാണോ എന്ന് നോക്കുക. കാരണം കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്കൊരു വേദന എപ്പോഴാണ് വരുന്നത്? നെഗറ്റീവായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച വേദനയെ ഓർക്കുമ്പോഴാണ് നമുക്ക് കരച്ചിൽ വരുന്നത്. അപ്പം നമ്മൾ ആ ഒരു സമയം അഫർമേഷൻ ചെയ്യുന്ന കാര്യം നമ്മൾ വേദനയെക്കുറിച്ചാണ്, നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങളെക്കുറിച്ചും നമ്മൾ അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഓർക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കളകൾ നിങ്ങൾ വിതച്ചിരിക്കുന്നതായിട്ടുള്ള ആ വിത്തിൻ്റെ ഇടയിൽ നിന്നും നീക്കം ചെയ്യണം. അത് കളകളാണ്, അത് നമ്മളുടെ അനുഗ്രഹത്തെ നശിപ്പിക്കും. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യം, നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും എന്തെങ്കിലും അതിനെ നശിപ്പിക്കാനായിട്ടുള്ള കളകൾ ഉണ്ടായിട്ടുണ്ടോ? കളകൾ എന്ന് പറയുമ്പോൾ നമ്മളുടേതായിട്ടുള്ള ചില വാക്കുകളും പ്രവർത്തനങ്ങളും ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു ചില വ്യക്തികൾ നമുക്കെതിരെ കൊണ്ടുവരുന്നതായിട്ടുള്ള നെഗറ്റിവിറ്റീസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതിനെ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ കടന്നു പോകാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്ന് യൂണിവേഴ്സ് ഇന്നേ ദിവസം നിങ്ങൾക്ക് മെസ്സേജ് നൽകുന്നുണ്ട്. നിങ്ങളുടെ ഊർജ്ജം കേന്ദ്രീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. കിങ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞ കളകളെന്ന് പറയുന്നത് ക്ഷമയാണ്, നമ്മളുടെ ശുദ്ധീകരണമാണ്, നമ്മളെ തന്നെ പരിശോധിക്കുന്ന ചില കാര്യങ്ങളാണ്. ഓക്കെ, അത് നമ്മൾ നിയന്ത്രിക്കണമെങ്കിൽ, അത് നമ്മളിൽ നിന്ന് നീക്കം ചെയ്യണമെങ്കിൽ നമുക്ക് ഇമോഷണൽ ബാലൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതെന്തോ കുറേ നാളായിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഇതൊന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആകുകയും ആൻസൈറ്റി പോലുള്ള കാര്യങ്ങൾ നമ്മളുടെ ലൈഫിലേക്ക് കടന്നു വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അപ്പോൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക, നമ്മളുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. എനിക്കത് ചെയ്തു തീർക്കാനുള്ള ഒരു കാര്യമാണ്, എനിക്ക് പകുതിക്ക് വെച്ച് ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു രാജാവ് എങ്ങനെയാണോ തൻ്റെ കർത്തവ്യങ്ങളിൽ മുഴുകിയിരിക്കുന്നത് അതുപോലെ തന്നെ വളരെ ക്ഷമയും മാത്രമല്ല ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? ഈ ഒരു കർഷകൻ എന്ന് പറയുന്ന ഒരു രാജാവിനെ പോലെ തന്നെയാണ്. ഇടങ്ങളിൽ ആക്രമിച്ച് കയറുന്നതായിട്ടുള്ള വിശ്വാസമില്ലായ്മ, നെഗറ്റീവ് വാക്കുകൾ, അതെല്ലാം നമ്മൾ നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കണമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ്. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.